ഇവനറിയില്ലേ? ഇവനറിയാത്ത ആരും കേരളത്തിൽ ഉണ്ടാവില്ല. കാരണം അത്രയ്ക്കും വർഗീയവാദി, അല്ലെങ്കിൽ തൻ്റെ ഫേസ്ബുക്ക് പേജുകളിലൂടെ വർഗീയത മാത്രം പടർത്തി വിടുന്ന വെറും ഒരു ചാണകസംഖി ആണ് ഈ ശ്രീജിത്ത് പണിക്കർ. സകല ചാനലിലും കയറിയിരിക്കുമ്പോൾ ഇവന് കൊടുക്കുന്ന പേര് രാഷ്ട്രീയ നിരീക്ഷകനാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് കൊടുക്കേണ്ട പേര് രാഷ്ട്രീയ നിരീക്ഷകനല്ല, അണ്ടി നിരീക്ഷകൻ. ഏത്? അണ്ടിമുക്ക് ശാഖയിലെ അണ്ടി നിരീക്ഷകൻ. അതാണ് ഇവന് കൊടുക്കാൻ പറ്റുന്ന പേര്. ഇവന് നമ്മുടെ സഖാവ് എ റഹീമിനെ കളിയാക്കിക്കൊണ്ട് ഇവന്റെ ഫേസ്ബുക്ക് പേജിൽ ഇവനൊരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ ചൊല്ലിയാണ് ഞാൻ ഇവനെതിരെ ഒരു വീഡിയോ ചെയ്തത്. എടാ അണ്ടിമുക്ക് തീട്ടവൻ, ഇന്ന് വരെ നിന്റെ ലൈഫിൽ നീ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനോ ഉപകാരമുള്ള ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ? നിന്റെ ലൈഫിൽ നീ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ ഈ സമൂഹത്തിന് ഉപകാരമുള്ള ഏതെങ്കിലും ഒരു കാര്യം നിന്റെ ലൈഫിൽ നീ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടാവില്ല. നിന്റെ ലൈഫിൽ നീ ചെയ്തിട്ടുണ്ടാവില്ല. നീ ചെയ്തിട്ടുണ്ടാവും. സമൂഹത്തിന് എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വർഗീയപരമായ പോസ്റ്റുകളല്ലാതെ നിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലോ അല്ലെങ്കിൽ വീഡിയോസുകളിലോ ഉണ്ടാവില്ല. കാരണം അത്രയ്ക്കും വൃത്തികെട്ട തരം താന്ന ഒരു വർഗീയവാദിയാണ് നീ. സമൂഹത്തിന് നന്മയുള്ള ഒരു കാര്യം പോലും നീ ചെയ്യാറില്ല. എടാ സഖാബ് എ റഹീമിന് അയാൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അയാൾക്ക് ചിലപ്പോൾ ഭാഷയുടെ പരിധികളൊക്കെ ഉണ്ടാവും. ഇംഗ്ലീഷ് അത്രയ്ക്കും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനൊന്നും അറിയത്തില്ലായിരിക്കാം. പക്ഷേ അയാൾ ആ പാവങ്ങളുടെ സങ്കടം കാണാൻ പോയി, അതിന് ഒരു തീർപ്പുണ്ടാക്കി. ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും സഖാവ് എ റഹീമും സഖാവ് കെ ടി ജലീലും കേരളത്തിലെ സഖാക്കളടക്കം ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നത് ലോകമാധ്യമങ്ങളും ഇന്ത്യയിലെ മാധ്യമങ്ങളും ചർച്ച ചെയ്തു. അതിൻ്റെ പേരിൽ കർണാടക സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു. ആ പാവപ്പെട്ട ജനങ്ങളുടെ മുമ്പിൽ അവർക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് കർണാടക സർക്കാർ ഉറപ്പ് കൊടുത്തു. നീയോ അല്ലെങ്കിൽ നീ പ്രതിദാനം ചെയ്യുന്ന ഏതെങ്കിലും ഒരു പാർട്ടിയോ ഈ നാടിനെ നശിപ്പിക്കലല്ലാതെ നന്മ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ ഇന്നേ വരെ? 90% ആൾക്കാർക്കും, നിന്നെ സ്നേഹിക്കുന്ന 10% തീട്ടങ്ങളല്ല ഞാൻ പറയുന്നത്, ബാക്കി വരുന്ന 90% നല്ലവരായ മനുഷ്യരും നിന്നെ കാണുന്നത് എന്താണെന്നറിയോ? നമ്മൾ ബാത്റൂമിൽ പോയിട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ ആ കിടക്കുന്ന കാഷ്ടമായിട്ടാണ് നിന്നെ കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തീട്ടം ആയിട്ടാണ് നിന്നെ കാണുന്നത്. ഇതിൽ കൂടുതൽ നിനക്ക് മറുപടി വേണമെന്ന് തോന്നുന്നില്ല. വെറും തീട്ടമാണ്. വെറും തീട്ടം എന്ന് വെച്ചാൽ വെറും തീട്ടമാണ്. അത്രേ പറയാനുള്ളൂ നിന്നെ.